ഞാൻ 2 ദിവസമായി ഇറങ്ങിയിട്ട് എനിക്ക് ഉറക്കം എനിക്കവൻ ഇട്ടിരുന്ന മറ്റേത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. അപ്പോൾ തൊട്ട് പറയ പുള്ളിയുണ്ട്, വിട്ടുപോയി, ആള് വിട്ടുപോയി. എന്താ വേണ്ട, എന്നെ രക്ഷിക്കാൻ വന്നിട്ടൊരു ജീവൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല. കാരണം നമ്മുടെ പ്രായമായതല്ലേ, ചെറുപ്പക്കാരനല്ലേ. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ രാജേഷ് ഒഴുക്കിൽപ്പെട്ട സംഭവം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. ബെന്നിച്ചേട്ടൻ, എന്നോടൊപ്പമുള്ള ബെന്നിച്ചേട്ടനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് രാജേഷ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ബെന്നിച്ചേട്ടൻ, എന്താണ് ബെന്നിച്ചേട്ട സമയത്ത് സംഭവിച്ചത്? ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബൈക്ക് മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നൊരു വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം. ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തത്. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള ആളുകൾ അറിയാം. എൻ്റെ കയ്യിൽ അന്നേരം മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ അപ്പോൾ എൻ്റെ കഴുത്തപ്പോൾ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, മെമ്പറുടെ ഫോണിൽ. അപ്പോൾ മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ട്രാഫിക്കുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് വരണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിക്കവൻ ഇട്ടിരുന്ന മറ്റേത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. അപ്പോൾ തൊട്ട് പറയ പുള്ളിയുണ്ട്. പക്ഷെ ഞാൻ ഇക്കരെ കയറിയ ശേഷമാണ് പുള്ളി ഒഴുക്കിപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് ചേട്ടനെ ആദ്യം കയറിന്റെ മുന്നിലുണ്ടായിരുന്നു, തൊട്ട് പിന്നിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറകിലായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നത്. രാജേഷ് ഈ പറഞ്ഞ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്നും പുറകിലേക്ക് ഇല്ല, പുറകിലേക്ക് നോക്കുന്നില്ല. ഞാനിത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്. പക്ഷെ അതുകൊണ്ട് പറയാന്നുള്ളല്ലാണ്ട് വേറെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് പോയി എന്നാണ് പറയണത്. അവന് പിന്നെ ഒന്ന് കൈ വിട്ടു, രണ്ടാമത്തെ കൈ കയറിയെന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഇത് കാണുന്നില്ല. പക്ഷെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് ചെന്നപ്പോഴത്തേക്കിനും ആള് വിട്ടുപോയി. പറഞ്ഞ ഒരു ദൗർഭാഗ്യകരമായ. തീർച്ചയായിട്ടും. ഇപ്പം എനിക്കൊരു എന്താ വേണ്ട, എന്നെ രക്ഷിക്കാൻ വന്നിട്ടൊരു ജീവൻ പോകാന്ന് പറഞ്ഞാൽ ചേട്ടനും അതൊരു വലിയ മാനസികമായ ഇതല്ലേ. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ പറയുന്നല്ലേ, എനിക്ക് അറിയാലോ. ഞാൻ പറയുന്നത് അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല. കാരണം നമ്മുടെ പ്രായമായതല്ലേ, ചെറുപ്പക്കാരനല്ലേ. പക്ഷെ സംഭവിച്ചു പോയി. ഇപ്പം എനിക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പറയുമ്പോൾ അല്ല, ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണ് സംഭവം. കാരണം സംഭവിച്ചത്. അങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. വെള്ളം വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ആ വെള്ളം താഴ്ന്നോട്ട് ഞാൻ അവിടെ നിൽക്കും. വെള്ളം താഴ്ന്നതിന് ശേഷം ഞാൻ കയറി സാധാരണ പോകുമ്പോൾ അങ്ങ് പോകും. ഇപ്രാവശ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷേ കരുതുന്നതിനും നമ്മളെയൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണല്ലോ അതാണ് സംഭവിച്ചത്. അവരുടെ തിരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കിട്ടണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ 2 ദിവസമായി ഇറങ്ങിയിട്ട് എനിക്ക് ഉറക്കം പോയിന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല. എന്തായാലും അത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് മാത്രമാണ്. ജീവനോടെ ഉണ്ടാവും, അത് മാത്രമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാടിൻ, റിപ്പോർട്ടർ കണ്ണൂർ.